നമസ്കാരം. രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കുടുംബത്തിൽ ഐശ്വര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് പണമാണ്. പക്ഷേ ഭഗവാൻ ഒരു കുടുംബത്തെ ഉയർത്താൻ തീരുമാനിക്കുമ്പോൾ പണം വരുന്നതിന് മുൻപേ ചില സൂക്ഷ്മമായ മാറ്റങ്ങൾ വീട്ടിൽ നിശബ്ദമായി കണ്ടു തുടങ്ങും. അവ പലർക്കും സാധാരണ കാര്യങ്ങളായി തോന്നാം. പക്ഷേ അവ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് ഐശ്വര്യം പടിവാതിക്കൽ എത്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഈ വീഡിയോയിൽ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരാൻ തുടങ്ങുമ്പോൾ കാണുന്ന 12 ശക്തമായ സൂചനകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമതായി, വീട്ടിൽ ശാന്തത പതുക്കെ വർദ്ധിക്കുന്നത്. ഐശ്വര്യം അടുത്തു വരുന്ന വീട്ടിൽ ആദ്യം മാറുന്നത് മനസ്സുകളുടെ നിലയാണ്. അനാവശ്യ വഴക്കുകൾ കുറയുന്നു. പണ്ട് വലിയ പ്രശ്നമായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വളരെ ചെറുതായി തോന്നും. ഇത് യാദൃശ്ചികമല്ല. ഭഗവാൻ ആദ്യം മനസ്സുകൾ ശുദ്ധമാക്കും. കാരണം കലഹമുള്ളിടത്ത് ഐശ്വര്യം താമസിക്കില്ല. രണ്ടാമതായി, കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം വന്നു ചേരുന്നത്. ഐശ്വര്യം വരുന്നതിന് മുമ്പ് കുടുംബത്തിൽ ഒരുമ വന്നു ചേരും. പതുക്കെ ബന്ധങ്ങൾ ശക്തമാകും. പ്രശ്നങ്ങൾ വന്നാലും പരസ്പരം കുറ്റപ്പെടുത്താതെ ഒരുമിച്ച് പരിഹാരം കാണാൻ മനസ്സുണ്ടാകും. ഇത് വലിയ അനുഗ്രഹമാണ്. കാരണം ഒരുമയുള്ള കുടുംബത്തെ ഭഗവാൻ വേഗത്തിൽ ഉയർത്തുന്നതാണ്. മൂന്നാമത്തെ സൂചന എന്ന് പറയുന്നത് ദൈവസ്മരണ സ്വാഭാവികമാകുന്നതാണ്. ആരും പറഞ്ഞില്ലെങ്കിലും വീട്ടിൽ ദീപം തെളിയിക്കാൻ തോന്നുന്നത്, മന്ത്രങ്ങൾ കേൾക്കാൻ തോന്നുന്നത്, ഭക്തിഗാനങ്ങൾ കേൾക്കാൻ തോന്നുന്നത്, ആത്മീയമായ ചിന്തകളിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്, അവയ്ക്കെല്ലാം ഇഷ്ടം തോന്നുന്നത്, ഇത് ഭഗവാൻ സ്വന്തം സാന്നിധ്യം ഓർമ്മിപ്പിക്കുന്നതാണ്. നാലാമത്തെ സൂചന എന്ന് പറയുന്നത് വീട് വൃത്തിയാക്കാനുള്ള ആഗ്രഹമാണ്. ഐശ്വര്യം ശുദ്ധിയാണ് ഇഷ്ടപ്പെടുന്നത്. പഴയ സാധനങ്ങൾ മാറ്റാൻ, വീട് വൃത്തിയാക്കാൻ, ആവശ്യമില്ലാത്തത് വിട്ടുകളയാൻ മനസ്സുണ്ടാകുന്നത് വലിയൊരു സൂചനയാണ്. ഇത് പുറത്തേക്കുള്ള വൃത്തിയല്ല, അകത്തേക്കുള്ള ശുദ്ധീകരണമായാണ് കണക്കാക്കുന്നത്. അഞ്ചാമത്തെ സൂചന എന്ന് പറയുന്നത് പഴയ ബന്ധങ്ങൾ അകറ്റപ്പെടുന്നതാണ്. ഐശ്വര്യം വരുന്നതിന് മുമ്പായി നെഗറ്റീവ് ആളുകൾ ജീവിതത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നു പോകുന്നതായി കാണാം. ഇത് നഷ്ടമല്ല, ഒരു സംരക്ഷണമാണ്. ആറാമതായി, പണം വരാനുള്ള വഴികൾ തുറക്കുന്നതാണ്. പണം ഒരിക്കലും ഒറ്റയ്ക്ക് വരുന്നില്ല. പല അവസരങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അത് ചിലപ്പോൾ ഒരു ഫോൺ കോളിലൂടെയാകാം, പുതിയ ഐഡിയകളിലൂടെയാകാം, അതുപോലെ തന്നെ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണം തിരിച്ചു കിട്ടുന്നതിലൂടെയാകാം. ഇതൊരു ഐശ്വര്യത്തിൻ്റെ സിമ്പലായിട്ടാണ് കാണപ്പെടുന്നത്. ഏഴാമതായി, ജോലികളിലും ജീവിതത്തിലും പരീക്ഷകൾ വന്നു ചേരുന്നത്. ഐശ്വര്യം വരുന്നതിന് മുമ്പ് പരീക്ഷണങ്ങൾ വരാം, ജോലി പോകാം, സമ്മർദ്ദം വരാം. പക്ഷേ ഇതൊക്കെ ഭഗവാൻ ഭാരം കുറയ്ക്കുന്ന ഒരു പ്രക്രിയയായാണ് കണക്കാക്കുന്നത്. എട്ടാമതായി, നന്ദി പറയാനുള്ളൊരു മനസ്സ് നമുക്ക് വന്നു ചേരുന്നതാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ തോന്നുന്നത് വലിയൊരു അനുഗ്രഹമായാണ് കണക്കാക്കുന്നത്. നന്ദിയുള്ള മനസ്സിൽ ഐശ്വര്യം സ്ഥിരമായി കാണും. ഒമ്പതാമതായി, കുട്ടികളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു ചേരുന്നത്. വീട്ടിലെ കുട്ടികൾ വളരെയധികം ശാന്തമാകുന്നത് പഠനത്തിലും സ്വഭാവത്തിലും ഒരു പോസിറ്റീവ് മാറ്റങ്ങൾ വന്നു ചേരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കുടുംബത്തിൽ അനുഗ്രഹത്തിൻ്റെ വലിയൊരു അടയാളം തന്നെയാണ്. പത്താമതായി, അഹങ്കാരം കുറയുന്നത്. ഐശ്വര്യം അടുത്തു വരുമ്പോൾ അഹങ്കാരം അകന്നു പോകും. നമ്മൾ ചെറിയവരാണ് എന്ന് ഉള്ളിൽ നിന്ന് തന്നെ അംഗീകരിക്കാൻ തുടങ്ങും. ഇതുതന്നെ ശക്തമായിട്ടുള്ള ഒരു സൂചനയാണ്. 11ാമതായി കാണുന്ന സൂചന എന്ന് പറയുന്നത് സഹായിക്കാനുള്ള ഒരു മനസ്സാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുണ്ടാകുമ്പോൾ ഐശ്വര്യം വേഗം വീട് കണ്ടെത്തും. 12ാമതായി കാണുന്ന സൂചന എന്ന് പറയുന്നത് ഉള്ളിലെ ഉറച്ച വിശ്വാസമാണ്. എല്ലാം ശരിയാകും എന്ന ഉറച്ച വിശ്വാസം ഹൃദയത്തിലുണ്ടാകുന്നത്. ഇത് തന്നെയാണ് ഐശ്വര്യം വന്നെത്തുന്നതിൻ്റെ അവസാന ശക്തമായ സൂചനയും. നിങ്ങളുടെ വീട്ടിൽ ഈ സൂചനകളിൽ ഒന്നെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. ഐശ്വര്യം നിശബ്ദമായി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടെ കാത്തിരിക്കൂ. ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. എല്ലാവരുടെയും കുടുംബത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും തന്നെ ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.